പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ജാനുവരി 22 ആരംഭിക്കുന്ന JEE മെയിൻസ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണോ നിങ്ങൾ? എങ്കിൽ JEE മെയിൻ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ലൈവ് ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മാത്തമാറ്റിക്സിലേക്ക് വന്നാൽ റിലേഷൻ ഫങ്ഷൻസ് എന്നുള്ള ടോപ്പിക് എടുത്താൽ ഈ 2024 ജാനുവരി 29 സെക്കൻഡ് ഷിഫ്റ്റിലും ജാനുവരി 31 ഫസ്റ്റ് ഷിഫ്റ്റിലും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു. റിലേഷനുമായി ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ ഓർഡേഡ് പെയർ അവർ തന്നതിന് ശേഷം ഇതൊരു ഇക്വിവലൻസ് റിലേഷൻ ആവണമെങ്കിൽ മിനിമം എത്ര ഓർഡേഡ് പെയറോടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്നുള്ള ചാപ്റ്റർ എടുത്തു. 5th ഏപ്രിൽ ഫസ്റ്റ് ഷിഫ്റ്റിലും 6th ഏപ്രിൽ സെക്കൻഡ് ഷിഫ്റ്റിലും റാങ്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ. ഒരു വേർഡ് അവർ തരും, അതിൻ്റെ റാങ്ക് അതായിരുന്നു സാധാരണ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് റാങ്ക് അവർ പറയും. ആ റാങ്കിൽ ആ പൊസിഷനിൽ വരുന്ന വേർഡ് ഏതാണ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരേ പാറ്റേണിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ 5th ഏപ്രിൽ ഷിഫ്റ്റ് 1ലും 6th ഏപ്രിൽ ഷിഫ്റ്റ് 2ലും ചോദിച്ചു. JEE മെയിൻസിൻ്റെ മെമ്മറി ബേസ്ഡ് ലൈവ് ഡിസ്കഷൻ നിങ്ങളതുകൊണ്ട് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. നമ്മുടെ യൂട്യൂബ് ചാനലിലും 22 മുതൽ ലൈവ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. താങ്ക് യു.